നമസ്കാരം. ലിങ്കില് ജസ്റ്റ് www.star.job.club എന്നുള്ള ഈ ലിങ്കിൽ കയറുക. ലിങ്കിൽ കയറുന്ന സമയത്ത് നേരെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. വെബ്സൈറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് വെബ്സൈറ്റ് ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. ഈ വെബ്സൈറ്റിൽ നമുക്ക് വ്യൂ പ്ലാൻ ആൻഡ് രജിസ്റ്റർ എന്നുള്ള സ്ഥലം കാണിക്കും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലാനുകൾ കാണിക്കും. ഓപ്പൺ ചെയ്ത് വരും. ലോഡ് ആവും, ഓപ്പൺ ചെയ്ത് വരും. നമുക്ക് ആ പ്ലാനുകൾ കാണിക്കും. ഇപ്പോൾ മന്ത്ലി പ്ലാനും ഇയർലി പ്ലാനും ഉണ്ട്. അതൊന്നും ജസ്റ്റ് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സ്റ്റാഫിൻ്റെ എണ്ണം നോക്കുക. 1 മുതൽ 10 വരെ സ്റ്റാഫ് ആണെങ്കിൽ നമ്മുടെ സിൽവർ പ്ലാൻ മതി. അതല്ല 11 മുതൽ 30 വരെ സ്റ്റാഫ് ആണെങ്കിൽ നമ്മുടെ ഗോൾഡ് പ്ലാന്. ഏറ്റവും വലിയ പ്ലാൻ ഡയമണ്ട് പ്ലാൻ. ഇതിൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത് ഗോൾഡ് പ്ലാൻ ആണ്. ആ പ്ലാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അതിന് 999 ആണ് വരിക. അപ്പോൾ ഫ്രീ ട്രയൽ ഉണ്ടാവും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിലാണ് നമ്മുടെ റിവാർഡ് പോയിന്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുന്ന പ്ലാനിലാണ്. ഇതിൽ ഇയർലി പ്ലാനൊക്കെ പിന്നീട് എടുക്കാം, വേണമെങ്കിൽ ആലോചിച്ചിട്ട് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ മന്ത്ലി പ്ലാനിൽ ജസ്റ്റ് അതിൽ ഫ്രീ ട്രയലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരിട്ട് നമ്മുടെ പേര് ചോദിക്കും. അപ്പോൾ നമ്മളവിടെ പേര് അടിച്ചു കൊടുക്കുക. നമ്മുടെ വ്യക്തിയുടെ പേര്, ഓണറുടെ പേര് അടിച്ചു കൊടുക്കുക. സ്ഥാപനത്തിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. അപ്പോൾ ABC എന്താണോ സ്ഥാപനത്തിൻ്റെ ഒഫീഷ്യൽ നെയിം അത് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. മെയിൽ ഐ ഡിയും തെറ്റാതെ അടിച്ചു കൊടുക്കുക. മെയിൽ ഐ ഡി അതിനുശേഷം നമ്മുടെ ടേംസ് എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെൻഡ് എ കോഡ് കൊടുക്കുക. സെൻഡ് എ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഒരു കോഡ് ഓപ്പൺ ചെയ്യും. ആ കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അക്കൗണ്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെയിലിലേക്ക് ഒരു കോഡ് വന്നിട്ടുണ്ടാവും. ആ കോഡ് അടിച്ചു കൊടുക്കുക. കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മുടെ ഡാഷ്ബോർഡ് നമുക്കിങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് തരിക. ഓക്കെ, ഡാഷ്ബോർഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരും. ഇവിടെ ഏറ്റവും താഴെ വലത് ഭാഗത്ത് മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കയറിയിട്ട് മൈ പ്രൊഫൈൽ നിലയിൽ സെലക്ട് ചെയ്യുക. മൈ പ്രൊഫൈൽ നിലയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് വരും. അവിടെ നമുക്ക് ലോഗോ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്ലോഡ് എന്നുള്ള ബട്ടണിൽ കയറിയിട്ട് ലോഗോ നമുക്ക് കൊടുക്കാം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലോഗോ കൊടുക്കാം. പിന്നെ സ്ഥാപനത്തിന് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസുകളൊക്കെ വരും. ഓണറുടെ പേരും കാര്യങ്ങളൊക്കെ വരും. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ സേവ് ചേഞ്ച് കൊടുക്കാം. സേവ് ചേഞ്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ഫുള്ളായിട്ട് ആക്റ്റീവായി. ഇനി ഫസ്റ്റായിട്ട് നമ്മൾ സ്റ്റാഫുകളെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും താഴെ നമുക്ക് രണ്ടാമതായിട്ട് ബാറിൽ ഏറ്റവും താഴെ ബാറിൽ നമുക്ക് സ്റ്റാഫ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്റ്റാഫിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്കവിടെ കാണിക്കുന്നുണ്ടാവും. ഇതിൽ കാണിക്കുന്നത് കമ്പ്യൂട്ടറിലാണിത് ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് നമുക്ക് കാണാം. മുകളിൽ കണ്ടോ ഇടത് ഭാഗത്ത് 10 സ്റ്റാഫാണ് ആഡ് ചെയ്യാൻ പറ്റുക. അതിൽ 5 അത് നമ്മളെ പോപ്പുലർ പ്ലാൻ ഗോൾഡ് എന്നുള്ള പ്ലാനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 30 സ്റ്റാഫുകൾ വരെ ആഡ് ചെയ്യാം എന്നുള്ളത് ഇവിടെ കാണിക്കും. ഇതിൽ 5 സ്റ്റാഫിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കും. സ്റ്റാഫിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അവരുടെ പേര് കൊടുക്കുക. സ്റ്റാഫിൻ്റെ പേര് കൊടുക്കുക. അവരുടെ ഡെസിഗ്നേഷൻ സെയിൽസ് ആണെങ്കിൽ ഏതാണ് ഡെസിഗ്നേഷൻ അത് കറക്റ്റായിട്ട് കൊടുക്കുക. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളത് കൊടുക്കുക. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് കൊടുക്കുക. അവരുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അവരുടെ ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം ഇമെയിൽ ഐ ഡി കറക്റ്റ് ആവണം, ഇല്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. ഫോൺ നമ്പർ അവരുടെ സ്റ്റാഫിൻ്റെ ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം അവരുടെ നോട്ടീസ് പീരീഡ് 1 മന്ത് മുതൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. 1 മന്ത് മുതൽ 6 മന്ത് വരെ സെലക്ട് ചെയ്യാം. ഏതാ വേണ്ടത് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്തിടുക. ആ സ്റ്റാഫിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുക. ഫോട്ടോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൽ കയറിയിട്ട് ഒരു ഫോട്ടോ നമുക്ക് ജസ്റ്റ് കൊടുക്കുക. ഒരു ഫോട്ടോ കൊടുത്തു, ആളുടെ ഫോട്ടോ കൊടുത്തു. ആഡ് സ്റ്റാഫ് എന്ന് കൊടുത്താൽ ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അർഷദ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, സ്റ്റാഫിനെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ആഡ് ചെയ്യാൻ. ഒരു സ്റ്റാഫിനെ ആഡ് ചെയ്യുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, സ്റ്റാഫിനെ ആഡ് ചെയ്ത് കഴിഞ്ഞും ചെയ്തു. ഇനി നമുക്ക് ഈ സ്റ്റാഫിൻ്റെ ഡീറ്റെയിലുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ മെനുവിൽ പോവുക, മോറിൽ പോവുക. QR കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇടത് സൈഡിൽ. QR കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള മുഴുവൻ സ്റ്റാഫുകളുടെയും QR കോഡ് അതിൽ കാണും. അപ്പോൾ അർഷദ് എന്ന് പറഞ്ഞ ആളുടെ QR കോഡാണിത്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. ഇനി മുകളിൽ കാണുന്ന ഈ QR കോഡ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുഴുവൻ സ്റ്റാഫുകൾക്കുള്ള QR കോഡാണ്. അത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം എക്സ്പീരിയൻസ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാനുമായി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.